ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ സഞ്ചരിക്കുന്ന വലിയ ഒരു അത്ഭുതവും വലിയൊരു കൗതുകവുമാണ്. ഇത്രയേറെ ആളുകൾ ഉപജീവനത്തിന് വേണ്ടി ഇങ്ങനെ ഈ വെള്ളക്കെട്ടിന് നടുക്ക് ഇതുപോലെയുള്ള ഷോപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നുള്ള അത്ഭുതകരമായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. ഇവിടെ ഒന്നും കിട്ടാത്തതായിട്ടൊന്നുമില്ല. എല്ലാ സാധാരണ സ്ഥലത്ത് കിട്ടുന്ന പോലെ തന്നെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പ്രത്യേകിച്ച് ആൻറ്റിക് സാധനങ്ങൾ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ, സുവനീർ ഐറ്റംസ് ആണ് പ്രധാനമായിട്ടും കിട്ടുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ആളുകളൊക്കെ താമസിക്കുന്നത് ഇതിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ്. അവിടെ ചെറിയ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഈ കടകളൊക്കെ തുറക്കുന്നത് പ്രത്യേക രീതിയിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് മുകളിലേക്ക് തുറന്നു വെച്ചിരിക്കും, അല്ലാത്ത സമയത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് അടച്ചിരിക്കും. അപ്പോൾ പല ചേച്ചിമാരും അവിടെ നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. പല ഐറ്റംസുമായിട്ട്, പല ബിരിയാണി പോണക്കത്തെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, അതുപോലൊക്കെ ബീറ്, അങ്ങനെ പല ഐറ്റംസുമായിട്ട് പല സ്ഥലത്തും ആളുകൾ നിൽപ്പുണ്ട്. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഓഫ് ടൈമാണ്, അല്ലെങ്കിൽ ഉച്ചയോടുകൂടി അടുക്കാറായി. അപ്പോൾ അതുകൊണ്ടാണ് ആളുകളുടെ തിരക്കില്ലാത്തത്. രാവിലെ സമയത്താണ് ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഈ ബോട്ട് യാത്രയിൽ നമുക്ക് ഒത്തിരിയേറെ കാഴ്ചകൾ കാണാനായിട്ട് പറ്റി. നിരവധി കടകൾ, നിരവധി ആളുകളുടെ ജീവിത രീതി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനത അവിടെയുണ്ട്. അപ്പോൾ അവർ ഈ പണികളൊക്കെ കഴിയുമ്പോൾ, ഈ കടയുടെ പ്രവർത്തനമൊക്കെ കഴിയുമ്പോൾ പതുക്കെ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. അവരുടെ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. പിന്നെയും വൈകുന്നേര സമയത്ത് ഇത് ഓപ്പൺ ചെയ്യും. രാവിലെയും വൈകുന്നേരമാണ് ഇവിടെ ആളുകൾ കൂടുതൽ വരുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റും.